ആദ്യം ഞാൻ ഈ മാതാപിതാക്കളിലേക്ക് ഒന്ന് പോയതിനു ശേഷം നമുക്കൊരു ഇടവേളയ്ക്ക് പോകാം. അനീഷിലേക്കും സുറുമിയിലേക്കും. ആദ്യം സുറുമിയിലേക്ക് പോകാം. സുറുമി, എത്ര സ്കാനുകൾ സുറുമി ഗർഭകാലത്ത് ചെയ്തു? അതിൽ ഈ ശങ്കേഴ്സ് ലാബിൽ മാത്രം എത്ര സ്കാനുകൾ ചെയ്തു? എപ്പോഴെങ്കിലും ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ചില വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതായി ഏതെങ്കിലും ഡോക്ടർമാർ സുറുമിയെ മെഡിക്കൽ കോളേജിൽ എത്തുന്നതിന് മുൻപ് അറിയിച്ചിരുന്നു? ഇല്ല, മൊത്തം ഞാൻ 7 സ്കാൻ ചെയ്ത് അതിൽ ഷങ്കേഴ്സിൽ 5-ാം മാസം മുതലാണ് ഷങ്കേഴ്സ് ചെയ്യാൻ തുടങ്ങിയത്. 4 ചെയ്ത്. ഒരു ഡോക്ടറും എന്നോട് പറഞ്ഞിട്ടില്ല കുഞ്ഞിന് വൈകല്യം ഉണ്ടാവുമെന്ന്. അത് സ്കാനിങ് സെന്ററിലും പറഞ്ഞിട്ടില്ല, എന്നെ നോക്കുന്ന ഡോക്ടറും പറഞ്ഞിട്ടില്ല. ഈ 4 ചെയ്തത് ശങ്കേഴ്സിലാണ് അല്ലേ? അതെ അതെ. ഈ 4 സ്കാൻ റിപ്പോർട്ട് കിട്ടുമ്പോഴും ഒരെണ്ണത്തിൽ പോലും കുഞ്ഞിനിങ്ങനെ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ഈ ലാബിലെ ഡോക്ടറും പറഞ്ഞില്ല, ആശുപത്രി ഡോക്ടറും പറഞ്ഞില്ല. ഇല്ല, ആരും പറഞ്ഞിട്ടില്ല. ഫ്ലൂയിഡ് കൂടുതലാണെന്ന് പറഞ്ഞിരുന്നു സുറുമി? അതെ, ഫ്ലൂയിഡ് കൂടുതലാണെന്ന് സ്കാൻ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു, ഡോക്ടറും പറഞ്ഞു. ഈ സ്കാൻ ചെയ്യുന്ന സ്ഥലത്ത് ഈ 4 തവണ റെസ്റ്റ് എടുത്താൽ മതി. മനസ്സിലായി അനീഷ. ഈ 4 തവണയിൽ എപ്പോഴെങ്കിലും ഈ ഡോക്ടറെ നേരിട്ട് കണ്ടിരുന്നോ നിങ്ങൾ, ഡോക്ടർ എബിയെ? എനിക്ക് അറിയത്തില്ല എബി ഡോക്ടർ ഏതാണെന്ന്. അപ്പൊ അനീഷിന് ഓർമ്മയുണ്ടോ എബി ഡോക്ടറെ കണ്ടത് ശങ്കേഴ്സ് ലാബിൽ? ഇല്ല, ശങ്കേഴ്സ് ലാബില് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ആര് ചെന്നാലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അനുഭവം എന്ന് പറഞ്ഞാല്, നമ്മൾ ലാബിൽ ചെല്ലുന്നു, ലാബിലെ ഡോക്ടറുടെ ചീട്ട് കാണിക്കുന്നു, ഡോക്ടറുടെ ചീട്ട് കാണിച്ച ഉടനെ തന്നെ അവർ ഇത്ര രൂപ അടയ്ക്കാൻ പറയുന്നു, വെയിറ്റ് ചെയ്യാൻ പറയുന്നു, അങ്ങനെ ഇരിക്കുന്നു. ഇരുന്ന് കഴിഞ്ഞിട്ട് പേര് വിളിക്കും, പേര് വിളിക്കുന്ന അനുസരിച്ച് അകത്തോട്ട് പോകുന്നു, സ്കാൻ ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ആരാണ് ചെയ്യുന്നതെന്ന് നമ്മൾ കാണുന്നില്ല. നമ്മളെന്നല്ല, ഞാനും കണ്ടിട്ടില്ല, സുറുമിയും കണ്ടിട്ടില്ല. മറ്റുള്ളവർ കണ്ടില്ല എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ഞങ്ങളുടെ ഇൻസിഡന്റിൽ ഞങ്ങൾ രണ്ടുപേരും ഈ സ്കാൻ ചെയ്ത ഡോക്ടറെ കണ്ടിട്ടില്ല. അവിടെ ഡോക്ടർ ഉണ്ട്, ഡോക്ടർ ഇരുന്നാണ് സ്കാൻ ചെയ്യുന്നതെന്ന് നമുക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഡോക്ടറാണ് സ്കാൻ ചെയ്യാനുള്ളത്, ഡോക്ടർ ഇപ്പൊ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇന്നേ വരെ ഡോക്ടറെയോ അല്ലെങ്കിൽ ഡോക്ടർ വന്ന് ഈ സ്കാൻ ചെയ്തിട്ട് സ്കാനിങ്ങിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നോ ഞങ്ങൾക്ക് ഇതുവരെ ഇൻഫോം ചെയ്തിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് സ്കാനിങ്ങിന് പോകുന്നത്. സുറുമിക്ക് ഫുള്ള് ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ്. ഈ ബെഡ് റെസ്റ്റ് ഉള്ളത് ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആശുപത്രിയിൽ പോയി സ്കാൻ ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വാങ്ങിച്ച് ഡോക്ടറുടെ വീട്ടിൽ പോയി ഡോക്ടറുടെ വീട്ടിൽ കൊണ്ട് കാണിച്ച് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിൽ വരുന്നത്. രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഞങ്ങൾ ഈ ഹോസ്പിറ്റലുമായിട്ട്. മനസ്സിലായി അനീഷ്. ഈ ഡോക്ടറെ കണ്ടില്ല എന്ന് പറയുമ്പോൾ ഈ റിപ്പോർട്ടിനകത്ത് എന്താ എഴുതിയിരുന്നത്? അനീഷിന്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടാവുമല്ലോ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് എഴുതിയിരുന്നത് ഇങ്ങനെ എന്തെങ്കിലും അനോമലീസ് ഫൗണ്ട് എന്നോ അങ്ങനെ റിപ്പോർട്ട് ചെയ്തതായിട്ട് എന്തെങ്കിലും അതിലുണ്ടോ? ഇല്ലില്ല. അനോമലി 5-ാമത്തെ മാസത്തിലെ സ്കാനിംഗ് റിപ്പോർട്ടിൽ എന്താ എഴുതിയിരിക്കുന്നത് അനീഷ്? സ്കാനിംഗ് 5-ാമത്തെ മാസത്തിലെ സ്കാനിംഗ് റിപ്പോർട്ട് പറഞ്ഞു, നോ മേജർ അനോമലീസ് സീൻ ഇൻ ദിസ് സ്റ്റഡി. നോ മേജർ അനോമലീസ് ഫൗണ്ട് എന്നാണ് 5-ാമത്തെ മാസം. അനോമലീസ് സ്കാനിംഗ് ആയിരുന്നു, അതിലത് കണ്ടെത്തേണ്ടിയിരുന്നു എന്നാണ് പിന്നീട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറഞ്ഞത് അല്ലേ? മേജർ അനോമലീസ് ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. പിന്നീട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറഞ്ഞത് എന്താണ്? ഈ 5-ാം മാസത്തിലെ സ്കാൻ റിപ്പോർട്ടിൽ തന്നെ അത് കാണേണ്ടിയിരുന്നു എന്നല്ലേ? തീർച്ചയായിട്ടും ഈ സ്കാനിംഗ് റിപ്പോർട്ട് ഞങ്ങള് വണ്ടാനം ആശുപത്രിയിൽ ചെല്ലുമ്പോഴത്തേക്ക് അവരിങ്ങോട്ട് ചോദിച്ചു, WNC ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ തന്നിട്ടുണ്ടോ എന്ന്. ഞങ്ങൾ പറഞ്ഞില്ല. ഇത്ര മാസമായിട്ടും ഇതുവരെ ഇതിനെക്കുറിച്ച് ഒരു ഇൻഫർമേഷനും പറഞ്ഞിട്ടില്ല. ആ ഡോക്ടർ മറ്റൊരു ചാനലിലേക്ക് പോകണം എന്നുള്ളത് കൊണ്ട് എനിക്ക് 2 കാര്യങ്ങൾ. സുറുമി, ഇപ്പോൾ കുഞ്ഞിന്റെ അവസ്ഥ എന്താണ്? കുഞ്ഞ് പാല് കുടിക്കുന്നില്ലല്ലോ. എന്തൊക്കെയാണ് ഇപ്പോൾ കുഞ്ഞ് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ സുറുമി? കുഞ്ഞിന് പാലിപ്പോഴും ട്യൂബിലൂടെ ഒഴിച്ചാണ് കൊടുക്കുന്നത്. ട്യൂബ് ആഴ്ചയിൽ ഒരിക്കൽ മാറണം. പിന്നെ ട്യൂബ് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഊരിപ്പോകും. പിന്നെ കുഞ്ഞിന് ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതിനെ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്യൂബ് ഇടണം. ചുമ്മാ ട്യൂബ് ഇടുമ്പോഴത്തേക്ക് അതിന് മുറിവ് ഉണ്ടാവുമെന്ന് ഡോക്ടർമാർ തന്നെ പറഞ്ഞു. ഈ ചെവിയുടെ ഭാഗമൊക്കെ മാറിയാണോ ഇരിക്കുന്നത്? വായു കരയാൻ തുടങ്ങി. ചെവി കുറച്ച് താഴ്ന്നായിരിക്കുന്നത്. കരയുമ്പോൾ ശബ്ദം കേൾക്കുന്നില്ല. ഉള്ളിലോട്ടാണ് ഇരിക്കുന്നത്, കണ്ണ് തുറക്കത്തുമില്ല.
കഴിയുമ്പോൾ ശബ്ദം കേൾക്കത്തില്ല. കൈയുടെ ഭാഗത്ത് കാലിന്റെ ലിപ്പിന് വളവുണ്ട്, കൈയുടെ ഭാഗത്തും വളവുണ്ട്, ശ്വാസകോശത്തിന് പ്രശ്നമുണ്ട്, കുഞ്ഞിന്റെ നാവിന് പ്രശ്നമുണ്ട്. കുഞ്ഞിനെ ഈ ജനിച്ചിട്ട് ഇന്ന് ഇത്ര ദിവസമായിട്ടുള്ള ആ കുഞ്ഞിനെ കിടത്തിയിരിക്കുന്നത് കമഴ്ത്തിയാണ്. ആ കമഴ്ത്തി കിടത്തിയിരിക്കുന്ന കുഞ്ഞിനെ നിവർത്തി കിടത്തുവാണെങ്കിൽ നാവ് താഴ്ത്തോട്ട് ഇറങ്ങി പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുറുമി, പ്രസവവേള നാവ് താഴ്ത്തോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ 9ാം മാസമാണോ സുറുമിയോട് ഈ ഡോക്ടർ പറയുന്നത് ഈ കുഞ്ഞിനിങ്ങനെ ജനിതക വൈകല്യമുണ്ട് എന്ന് നിങ്ങൾ നേരത്തെ തിരിച്ചറിയേണ്ടിയിരുന്നുവെന്ന് സുറുമി? ഇല്ല 9ാം മാസമല്ല. സുറുമി എടുത്ത് പറയുന്നത് ഞങ്ങൾ സുറുമിയെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചെന്ന് വണ്ടാനം ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഡോക്ടറാണ് പറയുന്നത് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടെന്ന്. അല്ലാതെ WMC നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നോ മറ്റുള്ള രീതിയിൽ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. ശരി, ഞാൻ അനീഷിലേക്കും തിരിച്ചു. Debate with Dr. Arun Kumar.